അന്താരാഷ്ട്ര രാഷ്ട്രീയ ഭൂപടത്തെ മുൾമുനയിൽ നിർത്തുന്ന അതീവ ഗുരുതരമായ ഒരു സൈനിക നീക്കത്തിന്റെ വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. അമേരിക്കൻ നാവികസേനയുടെ കരുത്തുറ്റ വിമാനവാഹിനി കപ്പലായ USS അബ്രഹാം ലിങ്കണെ ലക്ഷ്യം വെച്ച് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ ലോകത്തെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഈ നീക്കത്തിന് പിന്നിൽ ഉണ്ടെന്നത് സംഭവത്തിന്റെ ആക്കം വർദ്ധിപ്പിക്കുന്നു. അത്യാധുനികമായ F-35 യുദ്ധവിമാനങ്ങളും FA-18 ജെറ്റുകളും വഹിക്കാൻ ശേഷിയുള്ള അബ്രഹാം ലിങ്കൺ തകർക്കപ്പെട്ടു എന്നത് ചെറിയൊരു കാര്യമല്ല. 4 ഖാദർ ക്രൂയിസ് മിസൈലുകൾ വിമാനവാഹിനി കപ്പലിനെ ലക്ഷ്യമിട്ടെത്തിയെന്നും കപ്പലിലെ നാവികർ കൊല്ലപ്പെട്ടെന്നും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഗോളതലത്തിൽ വലിയൊരു യുദ്ധത്തിന്റെ തുടക്കമായി മാറിയേക്കാം. അമേരിക്കൻ നാവിക നീക്കങ്ങൾ തങ്ങളുടെ നിരീക്ഷണ വലയത്തിലാണെന്ന് ഇറാൻ നേരത്തെ തന്നെ ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. തങ്ങളുടെ മിസൈൽ പരിധിക്കുള്ളിൽ എത്തുന്ന ഏതൊരു ശത്രു കപ്പലിനെയും ആക്രമിക്കാൻ മടിക്കില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനം വെറും വാക്കല്ലെന്ന് ഈ നീക്കത്തിലൂടെ അവർ തെളിയിച്ചിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ബന്ധം അങ്ങേയറ്റം വഷളായിരുന്നു. ഇറാന്റെ ഉള്ളിലെ തന്ത്രപ്രധാനമായ നിർമ്മിതികൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളാണ് ഇപ്പോൾ ഇറാന്റെ തിരിച്ചടിയിലേക്ക് നയിച്ചത്. പ്രത്യേകിച്ച് ഇറാനിലെ കാരജ് നഗരത്തിലുള്ള ഒരു പ്രധാന പാലം അമേരിക്കൻ മിസൈലുകൾ തകർത്തത് ഇറാന്റെ സൈനിക വിഭാഗത്തെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു. രാജ്യത്തിന്റെ അഭിമാനത്തെയും ആഭ്യന്തര ഗതാഗതത്തെയും ബാധിച്ച ഈ ആക്രമണത്തിന് സമാനമായ രീതിയിൽ തന്നെ മറുപടി നൽകാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമായിരുന്നു. തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുമ്പോൾ കൈകെട്ടി നോക്കി നിൽക്കില്ലെന്ന സന്ദേശമാണ് കടലിലെ വിമാനവാഹിനി കപ്പലിനെ ലക്ഷ്യം വെക്കുന്നതിലൂടെ ഇറാൻ നൽകുന്നത്. ഇറാനിലെ തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഇതിനിടയിൽ എരുതിയിൽ എണ്ണയൊഴിക്കുന്നതിന് തുല്യമായി. ഇറാന്റെ കരുത്തിനെ അമേരിക്ക വില കുറച്ചു കാണുന്നു എന്ന തോന്നൽ ഇറാനിയൻ നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. മറ്റൊരു ഉടമ്പടിക്ക് തയ്യാറാകുന്നില്ലെങ്കിൽ ഇറാനെതിരെ കടുത്ത ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിനുള്ള മറുപടി കൂടിയാണിത്. സമാധാനപരമായ ചർച്ചകൾക്ക് പകരം ഭീഷണിയിലൂടെ കാര്യങ്ങൾ നേടാമെന്ന അമേരിക്കൻ നിലപാടിനെ സൈനികമായി നേരിടാനാണ് IRGC തീരുമാനിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ കടലിടുക്കുകളിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ കപ്പലുകൾ ഇനി ഒട്ടും സുരക്ഷിതമല്ലെന്ന വസ്തുത ഈ മിസൈൽ പ്രയോഗത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും ശക്തമായ ആയുധശേഖരമുള്ള അമേരിക്കൻ നാവികസേനയ്ക്ക് നേരെയുണ്ടായ ഈ നീക്കം അന്താരാഷ്ട്ര ക്രമത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. അമേരിക്കയുടെ പ്രതിരോധ കവചങ്ങളെ ഭേദിക്കാൻ ഖാദർ മിസൈലുകൾക്ക് സാധിച്ചുവെങ്കിൽ അത് ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഇറാന്റെ വളർച്ചയാണ് കാണിക്കുന്നത്. USS അബ്രഹാം ലിങ്കണിലെ ഉദ്യോഗസ്ഥരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ അമേരിക്കൻ ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. മേഖലയിലെ എണ്ണ വിതരണത്തെയും കപ്പൽ ഗതാഗതത്തെയും ഈ സാഹചര്യം നേരിട്ട് ബാധിക്കും. യുദ്ധം മുറുകുകയാണെങ്കിൽ ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരാനും സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇറാൻ തങ്ങളുടെ ആയുധശേഷി പ്രദർശിപ്പിക്കുന്നത് കേവലം പ്രതിരോധത്തിനല്ല, മറിച്ച് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള അവസാന നീക്കമായിട്ടാണ് ഇതിനെ അവർ കാണുന്നത്. ട്രംപിന്റെ കർശനമായ വിദേശ നയം ഇറാനെ കൂടുതൽ അപകടകാരിയാക്കി മാറ്റി എന്ന നിരീക്ഷണവും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. മധ്യേഷ്യയിലെ ഭൗമരാഷ്ട്രീയം ഇനിയൊരു പുതിയ ദിശയിലേക്ക് നീങ്ങുകയാണ്. ലോകരാജ്യങ്ങൾ ഒന്നുകിൽ അമേരിക്കയുടെ കൂടെ അല്ലെങ്കിൽ ഇറാന്റെ പക്ഷത്ത് എന്ന നിലയിലേക്ക് ചേരിതിരിയാൻ ഈ സംഭവം കാരണമായേക്കാം. സമാധാനത്തിലുള്ള വാതിലുകൾ ഓരോന്നായി അടയുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉടൻ തന്നെ കടുത്ത തിരിച്ചടി ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതൊരുപക്ഷെ മറ്റൊരു വലിയ സൈനിക നീക്കത്തിലേക്കോ പൂർണ്ണ രൂപത്തിലുള്ള യുദ്ധത്തിലേക്കോ നയിക്കാം. അബ്രഹാം ലിങ്കണിനെതിരായ ആക്രമണം യാഥാർത്ഥ്യമാണെങ്കിൽ അത് വിയറ്റ്നാം യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ തിരിച്ചടിയായി അമേരിക്കൻ നാവികസേന വിലയിരുത്തും. വരും മണിക്കൂറുകൾ ലോക സമാധാനത്തിന് ഏറ്റവും നിർണായകമാണ്. അതിർത്തികൾക്കപ്പുറത്ത് യുദ്ധത്തിന്റെ കരിനിഴൽ പടരുമ്പോൾ സാമ്പത്തിക വിപണികളും അശാന്തിയിലാണ്. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങളും അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹങ്ങളും തമ്മിലുള്ള ഈ പോരാട്ടം എവിടെ അവസാനിക്കുമെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. ആധുനിക യുഗത്തിലെ സാങ്കേതിക യുദ്ധമുറകൾ മനുഷ്യരാശിയെ എത്രത്തോളം നാശത്തിലേക്ക് നയിക്കുമെന്നതിന്റെ തെളിവാണ് ഈ മിസൈൽ വർഷങ്ങൾ. വാഷിംഗ്ടണും ടെഹ്റാനും ഇനിയെങ്കിലും വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.